ഇന്ന് സെക്കൻഡ് ഡേ 19th മെയ്. നമ്മൾ നാട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് 18th മെയ്യുടെ, അത് ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ 18th മെയ്യിൽ രാത്രി ഇവിടെ വന്ന് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേ 19th മെയ് കാലത്തായി ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഇറങ്ങാനായിട്ട് നിൽക്കണം. ഒരു 5:30 ആയപ്പോൾ എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂടുവെള്ളമൊക്കെ കിട്ടി. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് ഞങ്ങളിതേ യാത്ര പുറപ്പെടുകയാണ്. ഇവിടുന്ന് നമ്മൾ 6:15 ഇറങ്ങിയത് കേട്ടോ. നല്ലൊരു ഹോട്ടലായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റി, ഉറങ്ങാനും പറ്റി. ചെന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. സുഖമായിട്ട് കിടന്നുറങ്ങി. തലേദിവസം കഴിക്കണ വീഡിയോസൊന്നും, ഡിന്നർ കഴിക്കണ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ യാത്ര പുറപ്പെട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ വാഷ്റൂമൊക്കെ പോയി. പിന്നെ യാത്ര പുറപ്പെടാൻ നോക്കി. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മസാല ദോശ, നെയ്യ് റോസ്റ്റ്, വട, ഉഴുന്നുവടയില്ലേ, ഉഴുന്നുവട, ഭട്ടൂര. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശയാണ് വാങ്ങിയത്. പിന്നെ ഒരു ഉഴുന്നുവട, ഒരു സെറ്റ് ഉഴുന്നുവടയും കൂടി വാങ്ങി. അത് ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിൽ ഇതേപോലെ വാങ്ങി വണ്ടിയിലിരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച്, എനിക്ക് തലേദിവസം പാൽ ചായ കുടിച്ചിട്ടാണെന്ന് തോന്നുന്നത്. എനിക്കെന്തോ ഒരു വയറിനൊരു സുഖമില്ലായ്മ. അപ്പം ഞാൻ ഇനി തൊട്ട് ഇവിടുന്ന് ലെമൺ ടീ ആണ് കുടിക്കുന്നത്. അത് നല്ല സൂപ്പർ ലെമൺ ടീ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വഴിയോരത്തൊക്കെ ഇതേപോലെ മാങ്ങകൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി സൂപ്പർ വെറൈറ്റി മാങ്ങകളായിരുന്നു. അപ്പം ഞങ്ങൾ ആപ്പൂസും കേശരിയാണ് ഞങ്ങൾ വാങ്ങിയത്. കുറച്ച് ഈ പേരക്കായും വാങ്ങി കഴിക്കാനായിട്ട് വഴിയിൽ. പിന്നെ അവിടെ അപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കട പോലെ, ചായക്കടയല്ല കേട്ടോ, ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ലെമൺ ടീ വാങ്ങി ഒരു 2 സമോസയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വലിയ ഹെവി ആയിട്ടുള്ള ലഞ്ചൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ല സ്നാക്കുകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ട് നമ്മൾ ഈ ഗോലി സോഡയില്ലേ, ജീരക സോഡയാണിത്, പക്ഷെ ഗോലി ഉള്ളതാണ്. അപ്പോൾ അത് പൊട്ടിക്കാൻ ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അത് പൊട്ടിച്ച് കുടിക്കാനൊരു ആഗ്രഹം. ഇത് ചെറുപ്പത്തിലൊക്കെ നമുക്കുണ്ടാവില്ലേ അങ്ങനെ കുടിക്കാനില്ല, ആ ഒരു ആഗ്രഹമാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ പൂക്കളാണ്. അതൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ രാത്രി 10 മണിയായപ്പോൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഞങ്ങൾ സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചത്. കാരണം ബാംഗ്ലൂർ മഴ കാരണം സിറ്റിയിൽ ഫ്ലഡ് ഉണ്ട്. പിന്നെ നമുക്ക് വഴി അറിയില്ല, പോയി കഴിഞ്ഞാൽ പെടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. 10 മണിയായി എല്ലാം, പിന്നെ ഒരു ക്ഷീണമായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഡിന്നറായിട്ട് ഇതൊക്കെയാണ് കഴിച്ചത്. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി അടുത്ത ദിവസം